അപ്പോൾ എല്ലാവർക്കും ഫോർഗോട്ടൻ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും റാൻഡമായ ചില സിനിമകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ സിനിമയാണ് സത്യം പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാനും ബോയ്സും വേറൊരു സിനിമയാണ് റിവ്യൂ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചപ്പോഴാണ് നമുക്കെല്ലാം കോവിഡ് ഹിറ്റ് ചെയ്തത്. ഞാൻ ആക്ച്വലി ഇപ്പോഴും കോവിഡ് പോസിറ്റീവാണ്. അപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് നമ്മളിങ്ങനെ ചുമ്മാ ടി വി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സിനിമ കാണുന്നത്. സൂര്യ ടി വിയിൽ എന്തോ ഈ സിനിമ വന്നു. എന്നിട്ട് ഇതിരുന്ന് കണ്ടിട്ട് വി ആർ ലൈക്ക് ഫക്ക് ഇറ്റ്, വി ഹാവ് ടു റിവ്യൂ ദിസ്. അപ്പോൾ ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് പോകാം. സ്റ്റോറി. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഇസ് ദ മോസ്റ്റ് റാൻഡം മൂവി യു വിൽ എവർ കം അക്രോസ്. ഇതിൽ ചുമ്മാ റാൻഡം ആൾക്കാർ വന്നിട്ട് ഒരു റാൻഡം കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങ് പോകും. സിനിമ തുടങ്ങിയിട്ട് ആദ്യത്തെ 1 മണിക്കൂറിൽ ഒരു ബൈക്ക് റാലി, ഒരു കച്ചേരി, കൈ കടിക്കുന്ന കുംഫുക്കാരൻ, കോളേജ് ട്രിപ്പിന് പോകുന്ന പെമ്പിള്ളേർ, കാളവണ്ടി ഓടിക്കുന്ന കൊച്ചിറുക്കൻ, ബാങ്ക് റോബറി. ആൻഡ് ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് ചുമ്മാ ഇങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ നടക്കും. സാധാരണ സിനിമകൾ തുടങ്ങുമ്പോൾ ഒരു ഓപ്പണിംഗ് ഷോട്ട്, ഒരു മാസ്റ്റർ ഷോട്ട്, ഒരു നറേഷനൊക്കെ. ഈ സിനിമ തുടങ്ങുന്നത് 2 ചന്തി കാണിച്ചുകൊണ്ട്. ഈ പെണ്ണുങ്ങൾ പോയി അവരുടെ സ്വീറ്റി ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. Hey, my sweetie friends, tomorrow we will make a pleasant trip. Are you ready? അയ്യോ സോറി, ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല, എക്സാമിങ് നടത്തു. Exam? Say go to hell, yeah. We will teach you some new funny lessons tomorrow. Come with us. What lesson? It is so interesting and so funny. Yeah, why not? They are so much fresh and ever memorable, my sweetie girl. Okay, then we will meet tomorrow. എന്നിട്ട് ഇവരെല്ലാം കൂടെ ബീച്ചിൽ പോയിട്ട് കുലും 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 പട്ടി കുറുകെ ചാടിയ. എനിവേസ്, അടുത്ത സീൻ എന്തെന്ന് പറഞ്ഞാൽ തെളിഞ്ഞില്ല, വ്യക്തമായില്ല എന്നൊക്കെ പറയുന്ന അപ്പൂപ്പൻ്റെ ഇരുന്ന് കച്ചേരി പാടുന്നു. പക്ഷെ ഇൻസ്റ്റന്റ് ട്വിസ്റ്റ്, അപ്പൂപ്പൻ ഒരു പാവാട്ട. ഹലോ സർ. അപ്പൂപ്പൻ ഈ പെണ്ണും തന്ന ബൊക്കയും വാങ്ങിച്ച് പെണ്ണിന്റെ ആസിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. എന്താ അപ്പൂപ്പ, ഒന്നും തെളിയുന്നില്ല എന്ന് തോന്നുന്നു. ആസിലേക്ക് നോക്കി 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 അപ്പൂപ്പന്റെ വെട്ടി പോവും. രതിമൂർച്ചയിൽ നിര്യാതന്യനെ. അടുത്ത സീൻ എന്തെന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ്റെ ഈ പൊട്ടിത്തെറിയും നാട്ടിലെ കുറെ പെണ്ണുങ്ങളെ കാണാതായതും കേരള പോലീസ് അന്വേഷിക്കുകയാണ്. പെൺകുട്ടികളുടെ തിരോധാനവും നഗരത്തിലെ ബോംബ് ബ്ലാസ്റ്റിങ്ങിനെ കുറിച്ചും ഒരു തുമ്പും കിട്ടിയിട്ടില്ല ഇതുവരെ. അതിൻ്റെ അടുത്ത സീൻ എന്തെന്ന് പറഞ്ഞാൽ ഒരു റാൻഡം പോലീസുകാരൻ വന്ന് കുറെ റാൻഡം പേരെ അടിച്ചിട്ടിട്ട് അങ്ങ് നടന്നു. എനിവേസ്, ഇതിൻ്റെ അടുത്ത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരു മൊട്ടത്തലയും കുങ്ഫു പ്രാക്ടീസ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഒരു അർത്ഥം ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന്. ബട്ട് വെയിറ്റ്, തിങ്സ് വിൽ സ്ലോലി ബിഗിൻ ടു മേക്ക് നോ സെൻസ്. The Kung Fu master has 3 disciples. Oh bro, what the fuck bro? ഇയാളെന്ത് പല്ലി. കുങ് ഫു മാസ്റ്ററും ബോയ്സും കൂടെ തിരിച്ച് ടെൻറ്റിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും കൂടെ ഒരുത്തനെ ഇട്ട് ചാമ്പുന്നു. വിൻസെന്റ്, ഈ വെള്ളം അവന്റെ തലേ കുഴിക്കാൻ തലയും തണുക്കട്ടെ. പക്ഷെ ഇൻസ്റ്റന്റ് ട്വിസ്റ്റ്, അത് ഇവരുടെ ബോസ്. ഇതിന്റെ ഡയറക്ടറിനോട് എനിക്ക് പറയാനുള്ള, ബ്രോ ദിസ് ഇസ് നോട്ട് ഹൗ എ ട്വിസ്റ്റ് വർക്ക്സ്. ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്തെങ്കിലും കാണിച്ചിട്ട് അവസാനം അത് മാറണം. നിങ്ങൾ ഒരു സാധനം കാണിച്ചിട്ട് അപ്പം തന്നെ അത് മാറ്റിയാൽ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ടൈം പോലും ഓഡിയൻസിന് കിട്ടില്ല. ബാബുരാജ് A.K. കാർഗിൽ കൗസ് ഒരു സീരിയൽ സെക്സ് ഒഫൻഡറാണ്. ഓക്കെ, അപ്പോൾ ഇനിയാണ്
സിനിമയുടെ ലൈക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് സിനിമയാണ്. പക്ഷേ ഇവർക്ക് ഡബ് ചെയ്ത് തീർക്കാൻ എന്തോ ടൈം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഡബ് ചെയ്ത് തീർക്കാൻ പറ്റാത്ത പോർഷനിലൊക്കെ ഇവർ ചുമ്മാ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം ഇടും. പക്ഷേ ഈ പോർഷൻസൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോർഷൻസാണ്. ആൻഡ് ഇവർ ആ ഡയലോഗിൽ അവർ ഇട്ടേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഫണ്ണി ആസ് ഫക്ക്. പോട്ടെ, ആ സീൻ പോട്ടെ. നമുക്ക് അടുത്ത സീനിലേക്ക് വരാം. ബാബുരാജ് ഒരു വിമൻസ് റൈറ്റ്സ് ആക്ടിവിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്തേക്കാണ്. വെൽക്കം മാഡം, ഹാർട്ടി വെൽക്കം ടു മൈ റോയൽ പാലസ്. Stop it, you bloody shit. Stop it, you bloody shit. You're trying just against me to destroy yourself. Mind it, you Nazi wolf. വൗ, അതീവ ഹൃദ്യം മനോഹരം ഈ വാക്ചാതുരി. ഈ സാധനം ആക്ച്വലി റിംഗ് ടോണായിട്ട് ഇടാൻ ബെസ്റ്റാണ്. ഞാൻ റിംഗ് ടോണായിട്ട് ഇട്ട് എൻ്റെ ഓഫീസിൽ പോയി. ബട്ട് മൈ മാനേജർ വാസ് ലൈക്ക്, Stop it, you bloody shit. പക്ഷേ ഈ പെണ്ണ് എങ്ങനെയോ ബാബുരാജിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് വീട്ടിലെത്തും. എന്നിട്ട് വീട്ടിലെത്തി മുത്തശ്ശിയുടെ അടുത്ത് കാര്യം പറയും. അവൻ എന്നെ നശിപ്പിച്ചു. എനിക്ക് ജീവിക്കണ്ട. മോളെ, എനിക്ക് ജീവിക്കണ്ട. ഈശ്വരൻ, ആൻഡ് ഇത് കേൾക്കുന്ന മുത്തശ്ശി ഇൻസ്റ്റന്റ് ട്വിസ്റ്റ് കാഞ്ഞു പോവും. ഈശ്വരൻ മോനെ. മുത്തശ്ശി. എനിവേസ്, ഈ ഇൻസിഡൻറ്റിന് ശേഷം ഈ പെണ്ണ് കേരള പോലീസിൻ്റെ അടുത്ത് പോയി പറയും കാർഗിൽ കോസ്, അത് ബാബുരാജ് ആണ് നാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ കിഡ്നാപ്പ് ചെയ്യുന്നത്, ബാബുരാജിനെ എങ്ങനെയും കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ കേരള പോലീസ് എങ്ങനെ ബാബുരാജിനെ കണ്ടുപിടിക്കും, അറസ്റ്റ് ചെയ്യുമെന്നാണ് സിനിമയുടെ ബാക്കി. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. വധം. അപ്പോൾ ഈ കാർഗിൽ കോസിനെ പിടിക്കാൻ കേരള പോലീസ് ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിനെ സംഘടിപ്പിക്കും. ആ ടീമിൻ്റെ ഹെഡാണ് ആദിത്യ വർമ്മ IPS, പ്ലേഡ് ബൈ വാണി വിശ്വനാഥ്. ആദിത്യ വർമ്മ IPS, മൈൻഡ് ഇറ്റ്. ആദിത്യ വർമ്മ IPS ലോകത്ത് നിന്ന് പല ദുഷ്ശക്തികളെ നശിപ്പിക്കാൻ ഇറങ്ങിയേക്കാണ്. ആദ്യത്തേതാണ് ലോജിക്. ആദിത്യ വർമ്മ വധിക്കാൻ വന്നേക്കുന്ന രണ്ടാമത്തെ സാധനമാണ് മാസ്. ഓക്കെ, അപ്പോൾ ആദിത്യ വർമ്മ IPS ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ അടുത്തൊക്കെ പോയിട്ട് മൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ചെയറിൻ്റെ മുകളിൽ കൂടെ കാലിങ്ങനെ എടുത്തിട്ട് തുടങ്ങിയ അടുത്ത് തന്നെ കാല് വെച്ചിട്ട് ആ ചെയർ നീക്കിയിട്ട് നടന്നു. ഇത് ആദിത്യയാണ്, കേണൽ വിശ്വനാഥ വർമ്മയുടെ മകൾ ആദിത്യ വർമ്മ IPS, മൈൻഡ് ഇറ്റ്. ഇത് കേണൽ വിശ്വനാഥ വർമ്മയുടെ മകൾ ആദിത്യയാണ്, ആദിത്യ വർമ്മ IPS, മൈൻഡ് ഇറ്റ്. Shut your bloody mouth, mister. പക്ഷേ ഇതൊന്നുമല്ല, ആദിത്യ വർമ്മ വധിക്കാൻ വന്നേക്കുന്ന ഏറ്റവും വലിയ ശത്രുവാണ് ഇംഗ്ലീഷ്. Don't worry, Mr. Jacob. As we done in many other cases, I think so easy that wolf be captured. Ugly royal funeral of your great palace and your dirty dynasty. പക്ഷേ ഡയലോഗ് കേൾക്കുന്ന ആണുങ്ങൾക്ക് പലതരം റെസ്പോൺസ്. ചിലർക്ക് ദേഷ്യം വരും. You dirty bitch. ബീച്ചോ? You dirty bitch. ഏത് ബീച്ച്? ആദ്യത്തെ പാട്ടി കാണിച്ച ബീച്ചാണ്. അത് കോവളം. വെരി ഡേർട്ടി. You dirty bitch. ചിലർക്ക് നല്ല സന്തോഷം. May I come in, sir? Yes, come with great pleasure. തുണ്ട് കാണുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്നു, കം വിത്ത് ഗ്രേറ്റ് പ്ലഷർ. Come with great pleasure. ചിലർ കൺഫ്യൂസ്ഡ് ആവും. Then say, Arjun, how is your career graph? As usual, like a football. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഡയലോഗിന്റെ ഇടയിൽ ഇങ്ങനെ കിടന്ന് ചിലര് ടു കൺഫ്യൂസ്ഡ് ആയി. At the beginning of your performance, how is my performance? Nice. അപ്പൊ ബിഗിനിങ് ഓഫ് ദ പെർഫോമൻസിൽ സംഭവിച്ചത് എന്താ? At the beginning of your performance. At the beginning of your performance? At the beginning of your performance, how is my performance? Nice. Also, by the way. By the way. By the way. By the way.
ബൈ ദ ബൈ ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഉണ്ടായിരിക്കും പൈസ സേവ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ക്യാഷ് കറോ ചെക്കൗട്ട് ചെയ്യുക. ക്യാഷ് കറോ ഇന്ത്യയുടെ ലാർജസ്റ്റ് ക്യാഷ് ബാക്ക് ആപ്പാണ്. ക്യാഷ് കറോയിൽ 1500 പരം വെബ്സൈറ്റ്സ് ഉണ്ട്. അതിലിപ്പോൾ നിങ്ങൾ ലെറ്റ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യണം, ആമസോൺ, മിന്ത്ര, അജിയോ പോലുള്ള സൈറ്റ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ക്യാഷ് കറോ ട്രൈ ചെയ്യാം. ക്യാഷ് കറോയുടെ ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള സൈറ്റ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള എവറി എക്സിസ്റ്റിംഗ് ഡിസ്കൗണ്ട് ആൻഡ് ഓഫറിൻ്റെ പുറത്ത് അഡീഷണൽ ക്യാഷ് ബാക്ക് കിട്ടും അപ് ടു 30%. ആൻഡ് ക്യാഷ് കറോയിൽ കൂടെ കിട്ടുന്ന ക്യാഷിൽ റിയൽ ക്യാഷാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടോ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറായിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ക്യാഷ് കറോ ഫണ്ടഡ് ബൈ മിസ്റ്റർ രത്തൻ ടാറ്റ ഹിംസെൽഫ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രസ്റ്റ് ചെയ്ത് ഉപയോഗിക്കും. ക്യാഷ് കറോ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ 2-step പ്രോസസ്സാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ചെയ്ത് ക്യാഷ് കറോ ഡൗൺലോഡ് ചെയ്യുക. എൻ്റെ കോഡ് APB25 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 rupees ബോണസും കിട്ടുന്നതായിരിക്കും. ക്യാഷ് കറോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര പോലുള്ള പല സൈറ്റ്സും കാണാൻ സാധിക്കും. ലെറ്റ്സ് സേ നിങ്ങൾ ആമസോൺ ചൂസ് ചെയ്ത് ഓറഞ്ച് ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യാഷ് കറോ വഴി ആമസോണിൻ്റെ സൈറ്റിലേക്ക് റീഡയറക്റ്റഡ് ആവും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം തിരിച്ച് ക്യാഷ് കറോയിലേക്ക് വരികയാണെങ്കിൽ ക്യാഷ് കറോയുടെ മൈ ഏണിങ്സ് ടാബിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് ബാക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ക്യാഷ് റിയൽ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടോ അതോ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറായിട്ടോ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ക്യാഷ് കറോ ട്രൈ ചെയ്യുക. എൻ്റെ കോഡ് APB25 ഉപയോഗിക്കുക. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. ഇംഗ്ലീഷ് വധിക്കാൻ നമ്മുടെ കയ്യിൽ ആദിത്യവർമ്മ IPS ഉണ്ടെങ്കിൽ ഹിന്ദി വധിക്കാനും നമ്മുടെ കയ്യിൽ ആളുണ്ട്. ആരായിരിക്കും? ദേവ്ജി ആയിരിക്കും? ഷാങ്കി ആയിരിക്കും? CR7 ആയിരിക്കും? ഒരു ക്ലൂ വരാം. നീല കണ്ണുള്ളൊരു കുറുമ്പന് ടോം ക്രൂസ്. മാഫിയ ശശി. मुझे कुछ नहीं मालूम साहब, मुझे कुछ नहीं मालूम. क्यों नहीं बोलते? जान देने वाला और जान लेने वाला ऊपर वाला होता है. അവന്റെ തലയിൽ എന്താ ശൂലോ? जान देने वाला और जान लेने वाला ऊपर वाला होता है. മാഫിയ ശശി യെസ്, ഇൻക്രെഡിബിൾ ലിപ് സിങ്ക്. मैं तुम्हारा जान नहीं लूंगा. पीठ से मारने वालों को मैं कभी माफ नहीं करता. मैं तुम्हारा जान नहीं लूंगा. पीठ से मारने वालों को मैं कभी माफ नहीं करता. ചെറിയ കുറ്റകൃത്യങ്ങളിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് മാഫിയ ശശി. तुम्हें काट के टुकड़े टुकड़े बना के परिंदों को खिलाएंगे. बॉम्ब एक्सप्लोजन. ബോംബ് എക്സ്പ്ലോഷൻ. बॉम्ब एक्सप्लोजन. മാഫിയ ശശിയുടെ ഇൻട്രോ എന്തെന്ന് പറഞ്ഞാൽ മാഫിയ ശശി ഒരുത്തന്റെ കാല് അടിച്ച് പൊട്ടിക്കുന്ന. बोल रे कुत्ते. അതിന് മാഫിയ ശശി എന്തിനാ കരയുന്നത്? बोल रे कुत्ते. ബാബുരാജ് മാഫിയ ശശിയെ വിളിച്ച് പറയും കേരളത്തിൽ കുറച്ച് ബോംബ്സ് പ്ലാൻ ചെയ്യണമെന്ന്. ഇത് കേട്ട മാഫിയ ശശിക്ക് സന്തോഷം. एक्सप्लोजन करने के लिए 2-3 आदमी को भेजना चाहिए. बॉम्ब एक्सप्लोजन. എക്സ്പ്ലോഷൻ. മാഫിയ ശശിയുടെ സ്റ്റോറി കട്ട സാഡാണ്. മാഫിയ ശശി ബോയ്സും കേരളത്തിൽ ഇടാനുള്ള ബോംബുമായിട്ട് മുംബൈയിൽ നിന്ന് കാറിൽ വരികയാണ്. പെട്ടെന്ന് കാർ എവിടെ വെച്ചോ ബ്രേക്ക് ഡൗണോ. ഇതേ സമയം ബൈക്ക് റാലിയുമായിട്ട് ഏതോ ഒരുത്തം വരികയാണ്. ഇത് നമ്മുടെ നരകാസുരൻ്റെ അല്ലേ? प्रभु എനിവേസ് നരകാസുരൻ ഡൂഡ് ഇവരുടെ അടുത്ത് ചോദിക്കും എന്ത് പറ്റിയെന്ന്. വാട്ട് ഹാപ്പൻ? കാറിന് ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് സോറി അറ്റ് ദിസ് പോയിന്റ് ഐ റിയലി ഡോണ്ട് നോ ഐ ആം ലാഫിങ്. എനിക്ക് അസുഖം പിടിച്ചിരിക്കും. എനിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും എന്തിനാ ചിരി വരുന്നത്. കാറിന് ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് നരകാസുരൻ ഡൂഡ് പറയും ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്ന്. വാട്ട് ഹാപ്പൻ? കാറിന് ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് സില്ലി മാറ്റർ, ഞങ്ങൾ ശരിയാക്കി തരാം. നോ താങ്ക്സ്, മെക്കാനിക്കിനെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. വെരി ഗുഡ്, കം ഓൺ ഫ്രണ്ട്സ്, എൻജോയ് ടുഗദർ. ഇഫ് യു ഡോണ്ട് മൈൻഡ് യു കാൻ എൻജോയ് വിത്ത് us. No problem. We are ready. ഇതാണല്ലേ നെറ്റിയിൽ ശൂലമുള്ളത്. जान देने वाला और जान लेने वाला ऊपर वाला होता है. ഓക്കെ, എന്നിട്ട് ഇവർ എൻജോയ് ചെയ്യാണ്, ചില്ല് ചെയ്യാണ്. പക്ഷെ മാഫിയ ശശിയും പിള്ളേരും ഒരു ബിയർ അടിക്കുമ്പോൾ കിണ്ടിയാവും. എന്നിട്ട് നമ്മുടെ മറ്റേ പയ്യനില്ലേ കാറിനൊരു ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ മറിഞ്ഞു വീഴും. അപ്പോൾ അവൻ്റെ പോക്കറ്റിലെ റിമോട്ട് താഴെ പോവും.
ഈ റിമോട്ട് ബോംബിൻ്റെ റിമോട്ടാണ്. അദ്ദേഹം അറിയാതെ ബോംബിൻ്റെ റിമോട്ട് റോഡിൽ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് എവന്മാർ പരക്കിണ്ടേ. അപ്പം നരകാസുരൻ്റെ കൂടെ എവന്മാരെ തിരിച്ച് കാറിൽ കൊണ്ടിടും. ഒരു ബീർ അടിച്ചപ്പോഴേക്കും അവന്മാരുടെ വീൽ ഊരി പോയലോടാ. എന്തായാലും കാറിൽ കൊണ്ടുപോയി കിടത്താം, സുഖമായി ഉറങ്ങട്ടെ, വാ. എന്നിട്ട് നരകാസുരൻ്റെ കൂടെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ അറിയാതെ റിമോട്ടിൻ്റെ മുകളിൽ കൂടെ ടയർ കയറി. ആ ബോംബ് ബ്ലാസ്റ്റ് മാഫിയ ശശി ഗ്യാങ് ചാവും. ബോംബ് എക്സ്പ്ലോഷൻ. ഈ സീനിൻ്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു. ഈ സീൻ എടുത്ത് മാറ്റിയാലും ഈ സിനിമയിൽ ഒരു വ്യത്യാസവും വരില്ല. പക്ഷെ അതങ്ങനെയാണല്ലേ, മാഫിയ ശശി എല്ലാ സിനിമയിലും വരുന്നത് അങ്ങനെ, ഒരാവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. സോങ്സ്. ഫസ്റ്റ് സോങ് ആണ് കുലുങ്കുലു ബീച്ച് സോങ്. നീളം കൊട്ടി താളം കൊട്ടി മനസ്സിൽ രാഗം മോഹം പൊട്ടി വിണ്ണിൽ മണ്ണിൽ ബ്രഹ്മം നൽകും ചന്ദന സുന്ദര ഗന്ധം പോലെ അകലും മേഘം പോലൊരു ഭാവം നിറയും. അതെടേ അടിച്ചാളെ. സെക്കൻഡ് സോങ് ആണ് നരകാസുരൻ ചിൽ സോങ്. വാട്ട് ഹാപ്പൻ? കാറിന് ഒരു ചെറിയ സ്റ്റാർട്ടിംഗ്. തമ്പുകെട്ടി തമ്പുരാട്ടി തമ്പുരു നിമിട്ടിടൂ എന്നിലെന്നും കൂടുകൂട്ടും ചെഞ്ചോടി നീ വന്നിടൂ. ആൻഡ് ലാസ്റ്റ് സോങ് ആണ് മനസ്സിലൊരേ ഒരേ ഈ സദസ്സിലൊരേ ഒരേ എൻ ശ്രുതിയിലൊരേ ഒരേ എന്തോന്ന് രേ 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 ബരേ മനസ്സിലൊരേ ഈ സദസ്സിലൊരേ എൻ ശ്രുതിയിലൊരേ രേ 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 ബരേ. ഈ പാട്ടിൻ്റെ ലിറിക്സ് നിങ്ങൾക്ക് വീടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ വീഡിയോ കാണണം. അതിലും ക്രീപ്പിയാണ്. ലൈക്ക് ചുമ്മാ കുറേ പേര് റാൻഡം പേര് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് അവർ ചുമ്മാ ഇങ്ങനൊരു കട്ട് കാണിക്കും. ഒരു കടുവ, ഒരു മൊട്ടത്തലയൻ. തങ്കത്താരകൾ മണ്ണിൽ ഭാവമോ വെള്ളി നീലാവോ അന്തിക്കുളിരോ ദീപ്തഭാവമോ നിന്നിൽ മോഹമോ ജുഗൽബന്ദിയോ. ഐ എം സീരിയസ് ഗൈസ്. ഈ പാട്ട് നിങ്ങളൊരു 4-5 തവണ ലൂപ്പിൽ ഇങ്ങനെ വീഡിയോ കണ്ട് കേട്ടാൽ എല്ലാവരും ചെയ്യൂല, പക്ഷെ സ്റ്റിൽ അഗ്രതികൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പേടിയാവും. തങ്കത്താരകൾ മണ്ണിൽ ഭാവമോ വെള്ളി നീലാവോ അന്തിക്കുളിരോ ദീപ്തഭാവമോ നിന്നിൽ മോഹമോ ജുഗൽബന്ദിയോ. എനിവേസ് നമുക്ക് ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം. എപ്പിക് ഡ്യുവൽ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാഫിയ ശശിയും പിള്ളേരും ഒക്കെ സ്വന്തം ബോംബ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ കേരളത്തിലെ ബോംബ് പ്ലാൻ ചെയ്യാനായി ബാബുരാജ് തന്നെ ഇറങ്ങും. ഈ അവസരത്തിൽ വാണി വിശ്വനാഥും ഗ്യാങ് കൂടെ ബാബുരാജിനെ പിടിക്കും. More and more. More loud. Your last fucking roar, you bastard. എന്നിട്ട് നമ്മുടെ ഈ ലോ ബഡ്ജറ്റ് വണ്ടർ വുമൺ ബാബുരാജിനെ പിടിച്ച് ജയിലിലിടും. എന്നിട്ട് ഡയറക്ടറിന്റെ പേര് എഴുതി കാണിക്കും, സിനിമ തീർന്നു. എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ നശിച്ച സിനിമ തീർന്നില്ല, ഇനിയുണ്ട് 20 മിനിറ്റ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ബാബുരാജിനെ ജയിലിൽ നിന്ന് വിട്ടയക്കും. കാരണം നീ അറിഞ്ഞോ പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപനം? അറിഞ്ഞോ? എന്താ സർ? സംസ്ഥാനത്തെ ജയിലുകളിൽ നിന്നും 425 തടവുകാരെ വിട്ടയക്കുന്നു. വെരി കൺവീനിയൻറ്റ്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ബാബുരാജ് വാണി വിശ്വനാഥിൻ്റെ മോനെ കിഡ്നാപ്പ് ചെയ്യും. വാണി വിശ്വനാഥ് മോനെ രക്ഷിക്കാൻ വരും. രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ആവും. എന്നിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ബാബുരാജ് പറയും, അവരെന്താ പറഞ്ഞെന്ന് ആരും ഒരിക്കലും അറിയില്ല. ആ രഹസ്യം അവരിലൂടെ തന്നെ മണ്ണിലല്ലി. എന്നിട്ട് വാണി വിശ്വനാഥ് കുട്ടിയെ രക്ഷിച്ച് ഓടുമ്പോൾ ബാബുരാജ് വയറ്റി കുത്തിക്കൊല്ലും. എന്നിട്ട് ബാബുരാജ് കിടന്ന് ചിരിക്കുമ്പോൾ ഇൻസ്റ്റന്റ് ട്വിസ്റ്റ്,
വാണി വിശ്വനാഥ് പറയും അത് വാണി വിശ്വനാഥിന്റെ മോനല്ല, ബാബുരാജിന്റെ മോനാണ്. ഇവൻ ആരാണെന്ന് അറിയട്ടെ നിനക്ക്. നിന്റെ തേരോട്ടത്തിൽ നീ തന്നെ സൃഷ്ടിച്ച ശത്രു, നിനക്ക് ജനിച്ച പുത്രൻ. ഇതെന്ത് ട്വിസ്റ്റാ? ഇങ്ങനെ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും. ഞാൻ കാണിച്ചുതരാം. അയ്യോ, എൻ്റെ മോനെ തിരിച്ചു തരൂ. ഇവനെ ഞാൻ കൊന്നു കളയും. ഏയ് മണ്ട, അതെൻ്റെ മകനല്ല, നിന്റെ മകനെ. പ്രശ്നമില്ല, കാരണം ഞാൻ നീയാ. പ്രശ്നമില്ല, കാരണം ഞാനൊരു ട്രെയിനാ. അപ്പൊ അതാണ് ഇങ്ങനത്തെ ട്വിസ്റ്റ് ഏത് മക്കളൊന്നും ഉണ്ടാകുക. എനിവേസ്, ഈ വളച്ച ട്വിസ്റ്റിന് ശേഷം ആ കൊച്ചു ചെറുക്കൻ ബാബുരാജിനെ കുത്തിക്കൊല്ലും. എന്നിട്ട് ആ ചെറുക്കൻ മരിക്കുന്ന വാണി വിശ്വനാഥനോട് പോയി പറയും, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ് നമ്മൾ റിവ്യൂ ചെയ്യണമെന്നുള്ള മൂവീസ് കമൻറ്റ് ബോക്സിലിടാം. നമ്മൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു ചാനലും കൂടെ ഉണ്ട്, നിസ്സാരം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓൾസോ ക്യാഷ് കരോയുടെ കാര്യം മറക്കല്ല. ക്യാഷ് കരോയിൽ 1500 പരം വെബ്സൈറ്റ്സ് ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എൻ്റെ കൂടെ APU25 ബൈക്കാണെങ്കിൽ നിങ്ങൾക്ക് 25 റുപ്പീസ് ബോണസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ശരി. Okay, then we will meet tomorrow. മനസ്സിലോരെ ഈ സദസ്സിലോരെ നിൻ ശ്രുതിയിലോരെ